അപ്പോൾ ഭക്തന്മാർ കാട്ടിൽ തപസ് ചെയ്യുമ്പോൾ നാരദ മഹർഷി അതിലെ പോവുക. അപ്പോൾ ആ ആദ്യത്തെ ഭക്തനെ കണ്ടപ്പോൾ ഭക്തൻ ചോദിച്ചു, മഹർഷി എവിടേക്കാണ് പോണത്? ഞാൻ വിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിൽ പോവുക പറഞ്ഞു. ഏതായാലും പോകണ്ടല്ലോ, വിഷ്ണുവിനെ കാണുമല്ലോ, എൻ്റെ കാര്യമൊന്ന് ചോദിക്കുമോ? പിന്നെന്താ ചോദിക്കണ്ടേ? അല്ല, ഞാൻ കുറേ കാലമായി ഇരുന്ന് ഭഗവാനെ ഭജിക്കണം, എനിക്ക് എന്നാ ഈ സംസാരത്തിൽ നിന്ന് മോചനം കിട്ടുകയെന്നൊന്ന് അറിഞ്ഞിട്ട് വന്നാൽ തിരക്കിടില്ല. ഓ, കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ രണ്ടാമത്തെ ഭക്തനെ കണ്ടു, അദ്ദേഹത്തിനെ കണ്ടു നമസ്കരിച്ചു. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു. രണ്ടുകാരുടെ കാര്യം അവിടെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. മഹർഷി ചോദിക്കുകയും ചെയ്തു. ഭഗവാൻ ഉത്തരവും കൊടുത്തു. മഹർഷി തിരിച്ചു വരുമ്പോൾ രണ്ടാമത് കണ്ട ഭക്തനെ തിരിച്ചു വരുമ്പോൾ ആദ്യം കണ്ടു. അപ്പോൾ ചോദിച്ചു മഹർഷി കണ്ടുവോ? ഭഗവാനെ കണ്ടു. എൻ്റെ കാര്യം ചോദിച്ചു, ഈ സംസാര ദുരിതങ്ങളിൽ നിന്ന് എനിക്ക് എന്നാ മോചനം പറഞ്ഞു? ഓ, പറഞ്ഞു. എന്നാ നിനക്ക് ഇനിയൊരു 1000 ജന്മം കഴിയണമെന്നാണ് പറഞ്ഞേ. അവൻ ഉടനെ ആസനവും മടക്കി ജപമാല എടുത്തുണ്ടേ, അതെ ഇനി വിഷ്ണുവും വേണ്ട ഭജനവും വേണ്ട എന്നുള്ള ഒറ്റ പോക്ക്. ഇത്രയും കാലം ഭജിച്ചിട്ട് ഇപ്പം ഇതല്ലേ ഉണ്ടായത്, ഇനി 1000 ജന്മം കാത്തിരിക്കണം അത്രേ. എന്ത് കാര്യം, ഭജിച്ചത് വിട്ടിതായിപ്പോയി, ഇത്രയും കാലം വേസ്റ്റാക്കി. അത് ഞാൻ അദ്ദേഹം പോകുമ്പോൾ നിൽക്കും നമുക്ക് രണ്ടാമത്തെ ഭക്തൻ്റെ അടുത്തുനിന്ന് പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം മഹർഷിയെ വേഗം ഭക്തിയോട് സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, മഹർഷി ഭഗവാനെ കണ്ടുവോ? കണ്ടു. ചോദിച്ചു എൻ്റെ കാര്യം ചോദിച്ചു. എന്താ പറഞ്ഞത്? നീ ഇരിക്കണ ഈ മരത്തിൽ എത്ര ഇലയുണ്ടോ അത്രയും ജന്മം കഴിയണം നിനക്ക് ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം എന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അവനത് കേട്ടതും ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. അത്രയും നത്തൻ. മറ്റേ ഭക്തൻ ആശ്ചര്യമായി. നാരദ മഹർഷി ഇതെന്താ? നീ ആസനം മടക്കി ഇനി ഭജനം വേണ്ട ഭഗവാനും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഇവന്താ ഈ മരത്തിൽ എത്രയുണ്ട്? 1000 ഒന്നും ആവില്ല അല്ലെ ഒരു മരത്തിലുള്ള ഇലകളുടെ എണ്ണം. ആഹ്ലാദം. എന്താ അത് ചോദിച്ചപ്പോൾ പറയാ, ഈ മരത്തിൽ ഉള്ള ആ ഇലയ്ക്കൊരു കണക്കുണ്ടല്ലോ, അത്രയും ജന്മം കഴിഞ്ഞാൽ എനിക്ക് മുക്തി കിട്ടൂലോ, സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടുമല്ലോ, ഉറപ്പല്ലേ, ഭഗവാന്റെ വാക്കല്ലേ, സംശയമില്ല എനിക്ക് എന്നർത്ഥം. നോക്കൂ, ആ ഭക്തന് അപ്പം തന്നെ ജീവൻ മുക്തനായി എന്നാ കഥ. ഇത് രണ്ടാമത്തെ ഭക്തന്. ഇത് മരത്തിൽ എത്ര എണ്ണയുണ്ടോ അത്രയും കഴിയുമെന്ന് പറഞ്ഞവന്. ദാറ്റ് ഡിപ്പെൻഡ്സ്. നമ്മുടെ ശ്രദ്ധാഭക്തികളാണ് അത്രയും അർത്ഥം. ഇവിടെ ഭഗവാനും നാമവും മഹാത്മാക്കളും ഉണ്ടായോണ്ടായില്ല കേട്ടോ, എന്നും ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ നമുക്ക് അവരെ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള സുഹൃതമില്ല എന്നാണ് ഞാൻ പറയാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമായിരിക്കാം. പാപശക്തി തടസ്സമായി നിൽക്കുക. സുഹൃതം വേണ്ടേ, പുണ്യം വേണ്ടേ? മഹാത്മാക്കളെ ആദരിക്കാൻ, മഹാത്മാക്കളെ സേവിക്കാൻ, ഭഗവാന്റെ നാമത്തെ വിശ്വസിക്കാൻ, അത് ജപിക്കാൻ, അവിടുത്തെ ആശ്രയിക്കാൻ തോന്നണ്ടേ? അതാണ്. അപ്പം അതുകൊണ്ട് വിഷമിക്കേണ്ട കുട്ടി, ഈ എഴുത്തെഴുതിയ കുട്ടി, ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. എത്ര ഭക്തന്മാർ ഇത്രത്തോളം ഈശ്വരൻ ഭരിക്കുന്നു, മഹാത്മാക്കൾക്ക് എത്രയെത്ര പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ദുരിതങ്ങളും ആക്ഷേപങ്ങളും ശാരീരികമായ പീഡനങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? അതുകൊണ്ട് കുട്ടിക്ക് ചെറുപ്പകാലമാണ്, ഭഗവാനെ ആശ്രയിച്ചോളൂ. ഭഗവാൻ എപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ എന്ന് വിശ്വസിച്ചോളൂ. ഭഗവാൻ മാത്രമേ ഉള്ളൂ അതിനും. ഞാൻ ഒറ്റയ്ക്കല്ല. തളരണ്ട, തകരണ്ട, സർവേശ്വരനുണ്ട് നമുക്കൊപ്പം. ഇനി അടുത്ത ഭഗവാന്റെ വിരുദ്ധമായ ലീലകൾ. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കുബലം. ഔവാരിധൗദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നോക്കൂ, ഗർവിച്ചു വന്നൊരു ജരാസന്ധനോട് യുധി ചൊവ്വോടെ നിൽപ്പതിന് പോരാ നിനക്ക് ബലം. കൃഷ്ണാവതാരത്തിലത്തെ കഥ പറയാം. 17 അക്ഷൗഹിണി 23 അക്ഷൗഹിണി സൈന്യങ്ങളോടുകൂടി യാദവന്മാരെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി അയാദവയും ശ്മാംകരിഷ്യേ, ഭൂമിയിൽ ഒറ്റ യാദവനെ ഞാൻ വച്ചേക്കില്ല എന്നൊക്കെ ശപഥം ചെയ്തുകൊണ്ട് ജരാസന്ധൻ വന്നു. ജരാസന്ധൻ ആരാ? 10,000 ആനയുടെ ശക്തിയുള്ള അന്ന് ഭഗവാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒന്നാന്തരം ദുഷ്ടൻ. കംസന്റെ ഭാര്യമാരുടെ അച്ഛൻ, ഫാദറിൻലോ. കംസനെ കൊന്നു ശ്രീകൃഷ്ണൻ. ആ സമയം അസ്ഥിയും പ്രാപ്തിയും കംസന്റെ ഭാര്യമാർ രണ്ടുപേരും ഈ ശ്രീകൃഷ്ണനെ വഴക്ക് പറഞ്ഞുകൊണ്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, ഈ രാമനും കൃഷ്ണനും കൂടി ഞങ്ങളെ വിധവകളാക്കി വൈധവ്യ ദുഃഖം അനുഭവിച്ചു എന്നും പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കേട്ട ജരാസന്ധൻ പിന്നെ വച്ചേക്കൂ സൈന്യസമേതനായിട്ട് യാദവന്മാരെ നശിപ്പിക്കാനായിട്ട് വന്നു. 17 പ്രാവശ്യം 23 അക്ഷൗഹിണിയായിട്ട് വന്നു എന്നാ. ഓരോ തവണയും ആ സൈന്യങ്ങളെ ഒന്നൊന്നായിട്ട് നശിപ്പിച്ചു പ്രഭു. അവസാനം ജരാസന്ധനെ ബലരാമസ്വാമിയുടെ പിടിച്ച് കയ്യും കാലും കൂട്ടി കെട്ടി നിറന്തലയ്ക്ക് അടിക്കാൻ ഒലയ്ക്ക് എടുത്തപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഏട്ടാ ഇവനെ വിട്ടേക്കൂ. ഇവനെ വിട്ടാൽ ഒരു ഗുണമുണ്ട്, ഇവിടെ ഭൂമിയിൽ എത്ര ദുഷ്ടന്മാരുണ്ട് അവരൊക്കെ തേടി പിടിച്ച് ഇവൻ തോറ്റ രണ്ടാമതും വരും.
അങ്ങനെ ഇവൻ മുഖാന്തരം നമുക്ക് ഈ ഭൂഭാരം തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ വിട്ടു 17 പ്രാവശ്യം വന്നു. 17 പ്രാവശ്യം 23 അക്ഷൗഹിണിയും കൊണ്ടുവന്നു. ആ 23 അക്ഷൗഹിണിയെ 17 പ്രാവശ്യം തോൽപ്പിച്ചു, നശിപ്പിച്ചു. ജരാസന്ധനെ മാത്രം ഭഗവാന് കഴിയാണ്ട ഭഗവാൻ വെറുതെ വിട്ടു. 18ാമത് യവനൻ്റെ സഹായത്തോടുകൂടി വീണ്ടും 23 അക്ഷൗഹിണിയോട് കൂടിയിട്ട് ജരാസന്ധൻ യുദ്ധത്തിന് വന്ന സമയത്ത് കൃഷ്ണൻ ഒരു പേടിത്തൊണ്ടനെ പോലെ ഓടിക്കളഞ്ഞു എന്നർത്ഥം. നോക്കണം, 7 ദിവസം ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ച കൃഷ്ണന് 17 പ്രാവശ്യം ഈ സൈന്യത്തെ തോൽപ്പിച്ച് ജരാസന്ധനെയും കൊല്ലാൻ പ്രാപ്തിയുള്ളതായ കൃഷ്ണന് 18ാമത് ആ ജരാസന്ധനെ തോൽപ്പിക്കാൻ കഴിയായ്മയാ? അല്ല, അവിടുത്തെ ഒരു അഭിനയം, അവിടുത്തെ ലീലകളുടെ അർത്ഥം അവിടത്തേക്ക് അല്ലാണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്കും എന്തിനാ ഭഗവാൻ ഇതൊക്കെ ചെയ്യണത് അറിയാൻ പറ്റില്ല കേട്ടോ. ഭഗവാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ ഭഗവാനെ വിശ്വസിച്ചോളൂ, ആ ഭഗവാന് വിട്ടുകൊടുക്കൂ അതിൻ്റെ ഉത്തരവാദിത്വം. നമ്മൾ സംശയിക്കേണ്ട എന്നർത്ഥം. ഭഗവാൻ 18ാമത് യുദ്ധത്തിന് വന്ന സമയത്ത് ഓടിപ്പോയി. രാത്രിക്ക് രാത്രി രഹസ്യമായിട്ട് സമുദ്രത്തിൻ്റെ നടുക്ക് ദ്വാരകയൊക്കെ ഉണ്ടാക്കി ആ മധുരാപുരവാസികളെ മുഴുവൻ അടക്കി കടത്തി. ഒരു പ്രവർഷണ പർവ്വതത്തിൻ്റെ മുകളിൽ ഓടിക്കേറി രാമനും കൃഷ്ണനും കൂടി. പിന്നാലെ ഓടി ജരാസന്ധൻ പിടികിട്ടാതെ പർവ്വതത്തിന് ചുറ്റും തീയിട്ട് രാമനും കൃഷ്ണനും കാട്ടുതീയിൽ വെന്തുമരിച്ചു എന്ന് കിംവദന്തി പരത്തി ഞാൻ വിജയശ്രീലാളിതനായി എന്നൊക്കെ പറഞ്ഞ് സ്വയം സന്തോഷിച്ച് അഭിമാനിച്ചുകൊണ്ട് മടങ്ങിപ്പോന്നു. കൃഷ്ണനോ അവരെ പേടിച്ചൊരൊറ്റ ഓട്ടം, അവിടുന്ന് ഒരു ചാട്ടം ദ്വാരകയിലേക്ക്. അങ്ങനെ ഈ ജരാസന്ധനെ പേടിച്ചിട്ടാണ് കൃഷ്ണൻ ദ്വാരകയിൽ പോയിരിക്കണേന്നാണ് ലൗകിക ദൃഷ്ടി. അതിനൊക്കെ അധ്യാത്മദൃഷ്ടി ഉണ്ട്. അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല, കഥ തന്നെ പറയാൻ സമയമില്ലാതെ പിന്നെ ഞാൻ അപ്പുറത്ത് പറയാൻ പറ്റുമോ? അപ്പോൾ ഗർവിച്ചു വന്ന ജരാസന്ധനോട് യുദ്ധത്തിൽ ചൊവ്വോടെ നിൽക്കാൻ, അവനെ നേരിടാൻ കഴിവില്ലാതെ ഒരു പേടിത്തൊണ്ടനെ പോലെ ഓടിപ്പോയി കൃഷ്ണൻ. അല്ലേ? അതിന് പോരാ നിനക്ക് ബലം. അതേ കൃഷ്ണൻ രാമാവതാര കാലത്തിലോ സീതാന്വേഷണത്തിനായിട്ട് എല്ലാവരോടും കൂടി പുറപ്പെട്ടു ദക്ഷിണ സമുദ്രത്തിൽ. 3 ദിവസം വരുണനെ ഉപാസന ചെയ്തുകൊണ്ട് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, തപസ്സിരുന്നു അവിടുന്ന് വഴി തരാൻ വേണ്ടിയിട്ട്. പക്ഷേ വരുണൻ കുലുങ്ങിയില്ല എന്നർത്ഥം. ഉടനെ വന്നു അവിടത്തേക്ക് കോപം. അവിടുന്ന് ആഗ്നേയാസ്ത്രം എടുത്തുകൊണ്ട് ഔവാരിധൗ ദഹനബാണം തൊടുത്ത് അതു തിളപ്പിപ്പതിന്നു മതി നാരായണായ നമാന. ആ വാരിധിയെ മുഴുവനും സമുദ്രത്തെ മുഴുവനും ദഹനബാണം, എല്ലാത്തിനും ദഹിപ്പിക്കുന്ന അഗ്നേയാസ്ത്രം തൊടുത്ത് ആ വെള്ളം മുഴുവൻ വറ്റിച്ച് ഈ ഭൂമിയിലൂടെ വാനരന്മാരെ കരക്കരയ്ക്ക് കടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആയുധമെടുത്തപ്പോഴേക്കും വരുണൻ ഭയപ്പെട്ടുകൊണ്ട് വിറയാർന്നുകൊണ്ട് ഭഗവാന്റെ കാൽ വന്ന് വീണു. നോക്കണം, ജരാസന്ധനോട് പേടിച്ച് ദുർബലൻ എന്ന പോലെ ഒളിച്ച് സമുദ്രം അടുക്ക് പോയി താമസിക്കുക അവിടുന്ന്. ഇവിടെയോ ഈ സമുദ്രം മുഴുവനും അഗ്നേയാസ്ത്രം കൊണ്ട് ദഹിപ്പിക്കാൻ അവിടത്തേക്ക് സാമർഥ്യവും ബലവും ശക്തിയുണ്ട്. ഇത് രണ്ടും ഒരാളല്ലേ? അവിടെ അങ്ങനെ തോറ്റു ഓടുന്നു, ഇവിടെ ഈ സമുദ്രം പോലും വറ്റിക്കാൻ കഴിവ് അവിടുന്ന് കാണിക്കുകയും ചെയ്യുന്നു. ഭഗവാനെ, ഇങ്ങനെ വിരുദ്ധ പ്രകടനങ്ങൾ എത്രയെങ്കിലും ഉണ്ട് ഭഗവാനെ അവിടുത്തെ ലീലകളിൽ എന്നർത്ഥം. ഇനിയും ആ ഭഗവാന്റെ വിരുദ്ധമായ പ്രവൃത്തികളെ പറയാം. കർമാതപം കുളിർനിലാവെന്നു തമ്പിയോട് ചെമ്മേ പറഞ്ഞു നിജ പത്നീം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എപ്പോഴാ? കർമാതപം കുളിർനിലാവെന്ന് തമ്പിയോട് തെമ്മേ പറഞ്ഞു. തമ്പി തമിഴ് വാക്ക അനുജനോട്, ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്ന രംഗമാണ്. എപ്പോഴാ? രാമാവതാര കാലത്തിൽ സീതാവിരഹ ദുഃഖം കൊണ്ട് സീതാന്വേഷണത്തിനായിട്ട് കാട്ടിലിങ്ങനെ പോകുന്നതായ സമയത്ത് ബാലിയെ നിഗ്രഹിച്ച് ആ സുഗ്രീവനെയൊക്കെ പാർപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഗുഹയിൽ കഴിയുന്ന സമയത്ത് നല്ല കുളിർമയുള്ള ശരത്കാല ചന്ദ്രിക പൊഴിക്കുന്ന രാത്രിയിൽ എന്തൊരു കുളിർമയായിരിക്കൂലേ? പറയണ്, കർമാതപം കുളിർനിലാവെന്ന് തമ്പിയോട് ചെമ്മേ പറഞ്ഞു. എങ്ങും പരന്ന നിലാവ് കണ്ടിട്ട് നടക്കണ സമയത്ത് പറയണ, അയ്യോ ഗ്രീഷ്മകാലത്തെ കൊടും അല്ലേ, മാർച്ച് ഏപ്രിൽ മെയ് മാസക്കാലത്തെ വെയിലിൻ്റെ ചൂടെത്രയാ? അതുപോലെയുള്ള ആ ചൂടാണെന്ന്. എന്തിന്? ശരത്കാലത്തെ ചന്ദ്രികയ്ക്ക് ഗ്രീഷ്മകാലത്തെ വെയിലിൻ്റെ ചൂടാണെന്ന് അനുജനോട് പറയാം. എന്താ അങ്ങനെ തോന്നിയത്? പത്നി വിരഹ ദുഃഖം കൊണ്ടേ.
നമുക്ക് ദുഃഖം വരുമ്പോഴാണല്ലോ എല്ലാ സുഖ സൗകര്യങ്ങൾ പോലും നമുക്ക് ഭാരമായി, സങ്കടമായി, കഷ്ടമായിട്ടൊക്കെ തോന്നില്ലേ? ഇതാ അപ്പം രാമാവതാര കാലത്ത് സീതാവിരഹം കൊണ്ട് അങ്ങ് വിഷമിക്കുന്നതായ സമയത്ത്, സീതാന്വേഷണം നടത്തുന്ന സമയത്ത് ഈ ചന്ദ്രകിരണങ്ങൾ കൊടും വേനൽക്കാലത്തെ സൂര്യൻ്റെ ആ ഭയങ്കരമായ ചൂട് പോലെ അങ്ങക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ പറഞ്ഞ് ലക്ഷ്മണനോട് പറഞ്ഞ് വിലപിച്ചു. എന്നാൽ അതേ രാമൻ കൃഷ്ണനായിട്ട് വന്നപ്പോഴോ ആ കൊടുങ്കാട്ടിൽ അർദ്ധരാത്രിയിൽ ഈ ഗോപിമാരെ മുഴുവനും ഓടക്കോൽ വിളിച്ചു വരുത്തി രാസലീലയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് അവിടെ വന്നു അവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടൊരു പോക്കേ അല്ലേ? അതെന്താ? ഗോപിമാരുടെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം വന്നു അത്രേ. കൃഷ്ണൻ ഞങ്ങളെയാണ് ഏറ്റവും വലിയ കാര്യം, ഞങ്ങളിൽ അനുരക്തനാണെന്ന്. ആ അഹങ്കാരം ഭഗവത് പ്രാപ്തിക്ക് തടസ്സമാണെന്ന് സാധകവൃന്ദത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രഭു അവരുടെ അഹങ്കാരം കളയാൻ വേണ്ടി മറയുന്നു. ആ ഗോപി തമ്പുരാട്ടിമാരെ മുഴുവനും നോക്കണം, തന്നെ സ്നേഹിച്ച അവരെ മുഴുവനും ഘോരമായ കാട്ടില് വിരഹപീഡയിലിട്ട് എരിച്ചില്ലേ കൃഷ്ണ ഭഗവാനെ? നോക്കണം, ഇത് രണ്ടും ഒരേ ഭഗവാനാ. രാമാവതാര കാലത്ത് പത്നി പിരിഞ്ഞ സമയത്ത് ആ വിരഹവേദന കൊണ്ട് ചന്ദ്രനിലാവ് പോലും വെയിലിൻ്റെ കനത്ത ചൂട് പോലെ അനുഭവപ്പെട്ട അവിടത്തേക്ക് അപ്പോൾ വിരഹദുഃഖം അങ്ങേക്ക് അറിയൂലോ ആ ദേവിയെ പിരിഞ്ഞതിൻ്റെ. അങ്ങനെയുള്ള ആ ഗോപിമാരെ അങ്ങ് പിരിഞ്ഞു പോയി ആ കാട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഇതേ വിരഹച്ചൂടിലല്ലേ അങ്ങ് ഇരിച്ചത്? ഇതെന്തൊരു വിരുദ്ധമാണ് എൻ്റെ ഭഗവാനെ, എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്നാണ് പറയണത്. വിസ്താര ഭയം കൊണ്ട് നമുക്കിവിടെ നിർത്തി ഉടനെ അടുത്ത ശ്ലോകത്തിലേക്ക് പോകണം. ജ്ഞാനം കണക്കയുടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കൂനോരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലയാളു ഹരി. നാരായണായ നമാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. കർമാതപം കുളിർനിലാവെന്നു തമ്പിയോട് ചെമ്മേ പറഞ്ഞു നിജ പത്നിയും പിരിഞ്ഞളവ്. തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. എപ്പോഴാ? കർമാതപം കുളിർനിലാവെന്ന് തമ്പിയോട് തെമ്മേ പറഞ്ഞു. തമ്പി തമിഴ് വാക്ക അനുജനോട്, ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്ന രംഗമാണ്. എപ്പോഴാ? രാമാവതാര കാലത്തിൽ സീതാവിരഹ ദുഃഖം കൊണ്ട് സീതാന്വേഷണത്തിനായിട്ട് കാട്ടിലിങ്ങനെ പോകുന്നതായ സമയത്ത് ബാലിയെ നിഗ്രഹിച്ച് ആ സുഗ്രീവനെയൊക്കെ പാർപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഗുഹയിൽ കഴിയുന്ന സമയത്ത് നല്ല കുളിർമയുള്ള ശരത്കാല ചന്ദ്രിക പൊഴിക്കുന്ന രാത്രിയിൽ എന്തൊരു കുളിർമയായിരിക്കൂലേ? പറയണ്, കർമാതപം കുളിർനിലാവെന്ന് തമ്പിയോട് ചെമ്മേ പറഞ്ഞു. എങ്ങും പരന്ന നിലാവ് കണ്ടിട്ട് നടക്കണ സമയത്ത് പറയണ, അയ്യോ ഗ്രീഷ്മകാലത്തെ കൊടും അല്ലേ, മാർച്ച് ഏപ്രിൽ മെയ് മാസക്കാലത്തെ വെയിലിൻ്റെ ചൂടെത്രയാ? അതുപോലെയുള്ള ആ ചൂടാണെന്ന്. എന്തിന്? ശരത്കാലത്തെ ചന്ദ്രികയ്ക്ക് ഗ്രീഷ്മകാലത്തെ വെയിലിൻ്റെ ചൂടാണെന്ന് അനുജനോട് പറയാം. എന്താ അങ്ങനെ തോന്നിയത്? പത്നി വിരഹ ദുഃഖം കൊണ്ടേ. നമുക്ക് ദുഃഖം വരുമ്പോഴാണല്ലോ എല്ലാ സുഖ സൗകര്യങ്ങൾ പോലും നമുക്ക് ഭാരമായി, സങ്കടമായി, കഷ്ടമായിട്ടൊക്കെ തോന്നില്ലേ? ഇതാ അപ്പം രാമാവതാര കാലത്ത് സീതാവിരഹം കൊണ്ട് അങ്ങ് വിഷമിക്കുന്നതായ സമയത്ത്, സീതാന്വേഷണം നടത്തുന്ന സമയത്ത് ഈ ചന്ദ്രകിരണങ്ങൾ കൊടും വേനൽക്കാലത്തെ സൂര്യൻ്റെ ആ ഭയങ്കരമായ ചൂട് പോലെ അങ്ങക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ പറഞ്ഞ് ലക്ഷ്മണനോട് പറഞ്ഞ് വിലപിച്ചു. എന്നാൽ അതേ രാമൻ കൃഷ്ണനായിട്ട് വന്നപ്പോഴോ ആ കൊടുങ്കാട്ടിൽ അർദ്ധരാത്രിയിൽ ഈ ഗോപിമാരെ മുഴുവനും ഓടക്കോൽ വിളിച്ചു വരുത്തി രാസലീലയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് അവിടെ വന്നു അവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടൊരു പോക്കേ അല്ലേ? അതെന്താ?
ഗോപിമാരുടെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം വന്നു അത്രേ. കൃഷ്ണൻ ഞങ്ങളെയാണ് ഏറ്റവും വലിയ കാര്യം, ഞങ്ങളിൽ അനുരക്തനാണെന്ന്. ആ അഹങ്കാരം ഭഗവത് പ്രാപ്തിക്ക് തടസ്സമാണെന്ന് സാധകവൃന്ദത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രഭു അവരുടെ അഹങ്കാരം കളയാൻ വേണ്ടി മറയുന്നു. ആ ഗോപി തമ്പുരാട്ടിമാരെ മുഴുവനും നോക്കണം, തന്നെ സ്നേഹിച്ച അവരെ മുഴുവനും ഘോരമായ കാട്ടില് വിരഹപീഡയിലിട്ട് എരിച്ചില്ലേ കൃഷ്ണ ഭഗവാനെ? നോക്കണം, ഇത് രണ്ടും ഒരേ ഭഗവാനാ. രാമാവതാര കാലത്ത് പത്നി പിരിഞ്ഞ സമയത്ത് ആ വിരഹവേദന കൊണ്ട് ചന്ദ്രനിലാവ് പോലും വെയിലിൻ്റെ കനത്ത ചൂട് പോലെ അനുഭവപ്പെട്ട അവിടത്തേക്ക് അപ്പോൾ വിരഹദുഃഖം അങ്ങേക്ക് അറിയൂലോ ആ ദേവിയെ പിരിഞ്ഞതിൻ്റെ. അങ്ങനെയുള്ള ആ ഗോപിമാരെ അങ്ങ് പിരിഞ്ഞു പോയി ആ കാട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഇതേ വിരഹച്ചൂടിലല്ലേ അങ്ങ് ഇരിച്ചത്? ഇതെന്തൊരു വിരുദ്ധമാണ് എൻ്റെ ഭഗവാനെ, എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്നാണ് പറയണത്. ജ്ഞാനം കണക്കയുടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലയാളു ഹരി. നാരായണായ നമാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമാം നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമാം. ജ്ഞാനം കണക്കെ ഉടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തി. അനുനാസികമാണ്. നോക്കില്ലാണ്ടത് പറഞ്ഞു നോക്കൂ, പറ്റില്ല അല്ലേ? അപ്പൊ ഇത് ഈ അഞ്ചെണ്ണം ഉച്ചരിക്കാൻ വയ്യാണ്ടാക്കി തീർത്തു അത്രേ. ആരുടെ കഥയാ? ശൂർപ്പണയുടെ കഥ പറയാം. അതായത് രാമാവതാര കാലത്തിൽ ശ്രീരാമന്റെ സൗന്ദര്യം കണ്ട് മോഹിച്ചടുത്തുകൂടി ആ ശൂർപ്പണഖ. വാസ്തവത്തിൽ നേരിട്ട് രാമനല്ല ചെയ്തെങ്കിലും രാമന്റെ പ്രേരണ അനുസരിച്ചാണല്ലോ ലക്ഷ്മണൻ ചെയ്ത്. അത് രാമൻ ചെയ്തതായിട്ട് പറയാം. അങ്ങനെ തന്നെ മോഹിച്ചുകൊണ്ട് തൻ്റെ അടുത്ത് വന്നതായ ആ ശൂർപ്പണഖയുടെ മൂക്കും മുലയും മുറിച്ച് അവൾക്ക് ഈ ഇപ്പൊ കകാരം ലകാരം എന്നൊക്കെ പറയണ മാതിരി കാരം എന്ന് മലയാളത്തിൽ പറയുന്നത് തമിഴിൽ അനം എന്നാ പറയാം. അപ്പോൾ ങകാരം പറയുന്നതിന് വരെ ജ്ഞാനം ങനമ. ഈ അഞ്ചെണ്ണത്തിന് ഊനം വരുത്തിയത്രേ. ഇത് അഞ്ച് ജരിക്കാൻ വയ്യാത്തോളാക്കി തീർത്തു, അവളെ വിരൂപിയാക്കി വിട്ടു. വാസ്തവത്തിൽ അതാണ് രാവണനെ ചൊടിപ്പിച്ച് സീതയെ അപഹരിക്കാൻ പോലും കാരണമാക്കിയത്, രാവണന്റെ നാശത്തിന് പോലും അർത്ഥം. ഭഗവാനെ ആത്മാർത്ഥമായി ഭജിക്കും തോറും കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഭക്തന്മാർക്കൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം പുഷ്പവർഷമായിട്ടല്ല ഭക്തർക്ക് അനുഭവപ്പെടാറ്, പിന്നെയോ കൽമാരിയായിട്ടാണ്. കല്ലുകൊണ്ടുള്ള വർഷമായിട്ടാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ക്ലേശകരമായിട്ടാണ് അർത്ഥം. പക്ഷേ ഭഗവാന്റെ ഓരോന്നും ആ ഭക്തനെ സംശുദ്ധീകരിച്ച് പൂർണ്ണമായും ആ ഭക്തനെ ഭഗവാനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭഗവാന്റെ സങ്കല്പം നമുക്കറിയാൻ കഴിയില്ല. ഖഡ്വാങ്കന ഒരു മുഹൂർത്തം കൊണ്ട് മുക്തി കൊടുത്തു പ്രഭു. ധ്രുവന് 6 മാസം കൊണ്ട് കൊടുത്തു. അർദ്ധനിമിഷം കൊണ്ട് അരയാമം കൊണ്ട് കൊടുത്തു പിങ്കളയ്ക്ക്. ഗുരുവായൂർ ചേലപ്പറമ്പ് എന്നൊരു നമ്പൂരി ഉണ്ടായിരുന്നു. ആ ചേലപ്പറമ്പിന് ഒരു നമസ്കാരം കൊണ്ട് കൊടുത്തു അത്രയും. പട്ടേരിപ്പാടിൻ്റെ കാലത്താണ്. ചേലപ്പറമ്പ് വലിയ പഠിപ്പൊക്കെ ഉള്ള ആൾ, പക്ഷേ ഒരു സ്ത്രീലമ്പടനായിരുന്നു, വിഷയങ്ങളിൽ ആസക്തനായിട്ട് അങ്ങനെ കഴിയുന്നർത്ഥം. അപ്പോൾ ലക്ഷണശാസ്ത്രമൊക്കെ അറിയാം പട്ടേരിപ്പാടിന്. ഒരു ദിവസം അദ്ദേഹം കുളത്തിൽ കുളിക്കാൻ പോയി 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം കാലുമുഖം കഴുകാൻ പോയപ്പോഴാണ് ഇദ്ദേഹം കുളിക്കാൻ വരുന്നത്. ചുറ്റുപാടും കുറേ സ്ത്രീകളൊക്കെ ഉണ്ട് അത്രേ. അപ്പോൾ അദ്ദേഹം ലക്ഷണശാസ്ത്രം അറിയുന്ന ആളാണ്. പറഞ്ഞു, കഷ്ടം, നല്ലൊരു മനുഷ്യജന്മം, നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് അസ്തമിക്കാറായില്ലോ, ഇതുവരെയായിട്ടും ആ ഭഗവാനെ ഭജിക്കാൻ തോന്നിയല്ലോ, നശിപ്പിച്ച് കളഞ്ഞുല്ലോ എന്ന് പറഞ്ഞു ഭട്ടേരിപ്പാട്. പക്ഷേ ചേലപ്പറമ്പ് നല്ല വിവരമുള്ള ആളാണ്. അദ്ദേഹം കുളി കഴിഞ്ഞിട്ട് ഈറനോടൊരൊറ്റ ഓട്ടമാണ് ഭഗവാൻ നടക്കലിക്കത്രേ. അദ്ദേഹം പിന്നാലെ വന്നു. അദ്ദേഹത്തിനറിയാം 6 മാസം കൊണ്ട് ആ ധ്രുവൻ്റെ ഭക്തി കൊണ്ട് സന്തോഷിച്ച പ്രഭു എൻ്റെ ഈ നമസ്കാരം കൊണ്ട് അവിടെ സന്തോഷിക്കണേന്ന് പറഞ്ഞ ചേലപ്പറമ്പ് ഒരു നമസ്കാരം അത്രയും അർത്ഥം. ഗോപുരത്തിൻ്റെ ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം അവിടെ വീണു ഗുരുവായൂരപ്പനിൽ ലയിച്ചു കഴിഞ്ഞു എന്നാണ്.
അപ്പോൾ ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള അത്ഭുതകരമായ സംഭവങ്ങളാണ് കാണുന്ന അർത്ഥം. ചിലർക്ക് വല്ലാത്ത കഠിനമായ അഗ്നി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നു അർത്ഥം. മഹാത്മാക്കൾക്ക് പോലും, മഹാപുരുഷന്മാർക്ക് പോലും കാണുന്നു അവരുടെ ജീവിതത്തിൽ. എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ എന്ന് ചോദിച്ചാൽ, ഒട്ടല്ല നിൻകളികളി പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ. എഴുത്തച്ഛൻ, മഹാപുരുഷനായ എഴുത്തച്ഛൻ പറഞ്ഞു, എനിക്ക് പോലും മനസ്സിലാവണില്ല അവിടുത്തെ ഈ ഓരോ ലീലകളുടെയും താല്പര്യം എന്താണ്. പിന്നെ സാധാരണക്കാരനായ അജ്ഞാനികളായി നമുക്കെങ്ങനെ മനസ്സിലാവും ഭഗവത് പ്രവൃത്തികളുടെ താല്പര്യം? ഇല്ല. ജരാസന്ധനെ 17 പ്രാവശ്യം തോൽപ്പിച്ച്, സൈന്യത്തെയും തോൽപ്പിച്ച് ജീവനോടെ വിട്ടയച്ച ഭഗവാൻ 18ാം കുറി ജരാസന്ധനെ പേടിച്ചിട്ടെന്നോണം സമുദ്രത്തിൻ്റെ നടുക്ക് ഒളിച്ചുപോയി താമസിക്കുന്നു എന്നർത്ഥം. എന്നാൽ ഇതേ ഭഗവാൻ സമുദ്രം മുഴുവനും അഗ്നേയാസ്ത്രം കൊണ്ട് ദഹിപ്പിക്കാൻ ഒരുങ്ങണു. ഇത് രണ്ടും ചെയ്ത ഒരു ഭഗവാനല്ലേ? ഒരിടത്ത് തന്നെ പ്രേമിച്ചു വന്നതായ, സ്നേഹിച്ചു വന്നതായ, മോഹിച്ചു വന്നതായ ശൂർപ്പണഖയെ അനുനാസികങ്ങൾ ഉച്ചരിക്കാൻ വയ്യാത്തവളാക്കി വിരൂപയാക്കി വിട്ടു. അതേ സമയത്തോ മറ്റിടത്ത് തന്നെ മോഹിച്ചു വന്നതായ ആ ഗോപികമാരെ വല്ലാത്ത വിരഹാഗ്നിയിലാക്കും ചെയ്തു നർത്ഥം. ഒരു വശത്ത് തന്നെ മോഹിച്ചു വന്നതായ ആ ശൂർപ്പണഖയെ വിരൂപയാക്കി വിട്ടു, അത് രാമാവതാരത്തിൽ. കൃഷ്ണാവതാരത്തിലോ മുക്കൂനിയായ സ്ത്രീയെ സൗന്ദര്യവതിയാക്കിയിട്ട് ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതെന്തൊരു വിരോധാഭാസ! സുന്ദരിയായി വന്ന ശൂർപ്പണഖയെ സ്വീകരിച്ചില്ല, കൂനിയായിട്ടുള്ളതായ ആ തള്ളയെ സുന്ദരിയാക്കി ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യണു. ഇതെന്തൊരു വൈരുദ്ധ്യ ഭഗവാനെ! വിരഹദുഃഖം, സീതാവിരഹദുഃഖത്തിൽ പൂർണ്ണചന്ദ്രൻ്റെ ആ അമൃതനിഷ്യന്തിയായ ശരത്കാല കിരണങ്ങൾ പോലും പ്രഭുവിന് അസഹ്യമായ കൊടും ചൂട് പോലെ അനുഭവപ്പെട്ടു. അതായത് പ്രിയയുടെ വിരഹം അത്യന്തം ദുഃഖമാണെന്ന് അനുഭവിച്ച അവിടുന്ന് എന്തേ അടുത്ത അവതാരത്തിൽ ആ പ്രിയകളെ, ആ ഗോപികമാരെ വിരഹാഗ്നിയിൽ ഇട്ട് എരിച്ചത്? നമുക്ക് ഇതൊക്കെ ഉണ്ടായതല്ലേ, ഇതിനെന്താ ഉത്തരം പറയാ? അതുകൊണ്ട് നമുക്കൊരു ഗോപികാഗീതം കിട്ടിയെന്നർത്ഥം, അവരെ വിരഹാഗ്നിയിൽ എരിച്ചത് കൊണ്ട് അർത്ഥം അല്ലേ? ഇതുപോലെ ഒരിടത്ത് അവിടുന്ന് ഇന്ദ്രപുത്രന് സഹായം ചെയ്യുക, മറ്റിടത്തോ ഇന്ദ്രപുത്രനെ കൊല്ലുക. ഒരിടത്ത് സൂര്യപുത്രനെ ഇന്ദ്രപുത്രനെ കൊണ്ട് കൊല്ലിക്കുക, മറ്റൊരിടത്തോ സൂര്യപുത്രന് വേണ്ടിയിട്ട് ഇന്ദ്രപുത്രനെ കൊല്ലുക. എന്തൊരാശ്ചര്യം അത്! കൃഷ്ണാവതാരത്തിൽ ഇന്ദ്രപുത്രനായ അർജുനന് വേണ്ടി സഹായിയായി നിന്നുകൊണ്ട് ആ അർജുനെ കൊണ്ട് സൂര്യപുത്രനായ കർണനെ കൊല്ലിക്കുക. രാമാവതാരത്തിലോ അവിടെ കൊല്ലണത് ഇന്ദ്രപുത്രനെയാണ്, ബാലിയെ രക്ഷിക്കുന്നതോ സൂര്യപുത്രനായ സുഗ്രീവനെ. ഇതെന്തൊരു വൈരുദ്ധ്യമായ പ്രഭു! അവിടുത്തെ ഈ പ്രവൃത്തികളുടെ താല്പര്യം എന്താ മനസ്സിലാകുന്നില്ലല്ലോ. അവിടുത്തെ മഹിമ അറിയാൻ അല്പബുദ്ധികൾക്ക് എങ്ങനെയാകും? വാസ്തവത്തിൽ അവിടുത്തെ മഹിമയാണ് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം. അതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഏതാവാനസ്യ മഹിമ. ഇത്രയേ ഉള്ളൂ ഭഗവാൻ. ഈ കാണുന്ന ഓരോന്നും അവിടുത്തെ ആ മാഹാത്മ്യത്തിൻ്റെ ചെറുകിരണങ്ങൾ മാത്രം. ആർക്കും വർണ്ണിക്കാനാവാത്ത ആ ഭഗവാന്റെ മാഹാത്മ്യം ഓരോ മഹാത്മാക്കൾക്ക് ഭഗവത് കൃപ കൊണ്ട് എത്രത്തോളം ബോധ്യപ്പെട്ടുവോ അനുഭവപ്പെട്ടുവോ അതിനെ അന്നന്ന് അവർ പാടി കീർത്തിക്കുന്നു, സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു. അത് നമുക്ക് ഓരോരുത്തർക്കും സഹായകമാണ് ഭഗവാന്റെ ആ മഹിമയെ ഉൾക്കൊള്ളാൻ, മനസ്സിന് പക്വത നേടാൻ. ഭഗവാന്റെ മഹിമയെ പൂർണ്ണതയിൽ ഒരാളും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ആ മഹാത്മാക്കൾക്ക് പോലും പൂർണ്ണതയിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഋഷീശ്വരന്മാർ ശാസ്ത്രാദികളിലൊക്കെ പറഞ്ഞതോ അതൊക്കെ ഒരു ഏകദേശം മാത്രം അർത്ഥം. പ്രഭു തന്നെ പറയണു, തൻ്റെ മഹിമയെ മുഴുവൻ വർണ്ണിച്ചിട്ട്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ വർണ്ണിച്ചിട്ട്, ഇതൊന്നും ആയിട്ടില്ല എൻ്റെ അർജുന. ഏഷത് ഉദ്ദേശത പ്രോക്ത. എൻ്റെ മഹിമയുടെ ചെറിയൊരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞു എന്നല്ലാതെ എൻ്റെ മഹിമയാണ് വാസ്തവത്തിൽ ഈ കാണപ്പെടുന്ന ലോകം മുഴുവൻ എന്ന് പറഞ്ഞിട്ട് ഈ ലോകം മുഴുവനും വാസ്തവത്തിൽ ഭഗവാന്റെ മഹിമയുടെ ചെറിയൊരു കിരണങ്ങളെ ആയിട്ടുള്ളൂ. ഇങ്ങനെയല്ലേ അവിടുന്ന് പറയണത്? ഇതാണ് ഭഗവാന്റെ മാഹാത്മ്യം അത്രയും അർത്ഥം. ഭഗവാൻ സർവ്വവ്യാപിയാണെന്ന് പറയണു നമ്മൾ. ചാരം കൊണ്ട് മൂടിക്കിടക്കുന്നതായ അഗ്നി പോലെയാണ് ഭഗവത് മഹിമ നമുക്കറിയാൻ കഴിയാത്തത്. സമസ്ത ചരാചരങ്ങളുടെ ഉള്ളിലും ഭഗവാൻ കുടികൊള്ളുന്നു ജീവാത്മരൂപേണ. നമ്മിൽ ഓരോരുത്തരിലും ചൈതന്യരൂപേണ ആ ജീവരൂപത്തിൽ ദേഹേന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിക്കുന്നത് കണ്ടാൽ അതിലൂടെ നനയ്ക്കാം അവിടുത്തെ സാന്നിധ്യത്തെ. അങ്ങനെ നമ്മിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു.
പക്ഷേ ഭഗവൻ മായ മോഹിപ്പിച്ചിട്ട് നമ്മളാരും ഈ ദേഹത്തിൽ ആസക്തരായി കഴിയുകൊണ്ട് അറിയണില്ല പ്രഭുവിനെ എത്രയെന്നർത്ഥം. അങ്ങനെ ഭഗവാന്റെ ആ സർവവ്യാപകത പ്രകാശിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ അല്ലെങ്കിൽ പദ്യത്തിൽ. നൂലിൽ മണികൾ പോൽ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതെന്ന് ഓർത്തിടയണം എന്ന് പ്രഭു സൂചിപ്പിക്കുന്നുണ്ട്. സമസ്ത ചരാചരങ്ങളും ഭഗവാനെ കൂടാതെ ഇല്ല. ആ ഭഗവാനിലാണ് സമസ്ത ചരാചരങ്ങളും നിൽക്കുന്നത് അത്രയെന്നർത്ഥം. എങ്കിലും ആ ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ളതായ സാമർഥ്യം മനുഷ്യജീവിതത്തിലേ ഉള്ളൂ. മനുഷ്യൻ്റെ ഉള്ളിൽ സാക്ഷിരൂപേണ ബോധസ്വരൂപേണ ആ പ്രഭുവിനെ സാക്ഷാത്കരിക്കാൻ. അതാണ് അടുത്ത പദ്യം 37. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തൗ മണിപ്രകര ഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ നാരായണായ നമാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമം. ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന എല്ലാ ജീവരാശികളുടെയും ഉള്ളിൽ വിലസിയിടുന്നുണ്ട്, അവിടുന്ന് ഷൈൻ ചെയ്യുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട് എന്നർത്ഥം. മനുഷ്യരിൽ ഓരോരുത്തരിലും ഭഗവത് സാന്നിധ്യമാണ് ഞാൻ ഞാൻ ഞാനെന്ന വൃത്തിക്ക് ചിന്തയ്ക്ക് പോലും ആധാരമായി വർത്തിക്കുന്നത്. അങ്ങനെയുള്ള നിൻ ഉടയ, അങ്ങനെയുള്ള മഹാപ്രഭുവിൻ്റെ ഈശ്വരൻ്റെ ബന്ധം വിടാതെ, ആ ബന്ധം കൂടാതെ ഈ ലോകത്തിൽ ഒരു വസ്തുവിനും നിലനിൽക്കാൻ കഴിയില്ല എന്നർത്ഥം. ഏതൊരു വസ്തു നിലനിൽക്കുന്നുണ്ടോ ആ നിലനിൽക്കുന്ന വസ്തുക്കൾക്കൊക്കെ നിലനിൽപ്പായിരിക്കുന്നത് പ്രഭു തന്നെ. ആ മഹാപ്രഭുവിൽ നിന്ന് വിട്ടു നിന്നാൽ ഈ ലോകത്തിനൊന്നിനും ഉണ്മയേ ഇല്ല അത്രയെന്നർത്ഥം. അവിടുന്ന് സതതം പരിപൂർണാത്മന, സർവത്ര പരിപൂർണനായി സർവവ്യാപിയായി സമസ്ത ചരാചരങ്ങൾക്കും അകത്തും പുറത്തും എന്ന ഭേദമില്ലാതെ നിറഞ്ഞു നിൽക്കുന്നു. എങ്ങനെയാ ഈ ജീവജാലങ്ങളിലൊക്കെ നിൽക്കുന്നത്? ഈ ജീവജാലങ്ങളിലൊക്കെ പ്രഭു നിൽക്കുന്നത് തന്തവും മണിപ്രകരഭേദങ്ങൾ പോലെ. തന്തു നൂല്, അതിൽ മണിപ്രകരഭേദങ്ങൾ എന്നർത്ഥം. മണികൾ, പല മണികളും മലരത്നങ്ങളും കോർത്താൽ എങ്ങനെയുണ്ടാവും? ഇതുപോലെ എന്നർത്ഥം. നോക്കൂ, ഈ ലോകത്തിൽ നോക്കിയാൽ നമ്മൾ കാണുന്നത് പരസ്പര വൈവിധ്യമുള്ള ജീവികൾ, വസ്തുക്കൾ, വ്യത്യസ്ത സ്വഭാവം, വ്യത്യസ്ത ഗുണഗണങ്ങൾ, വ്യത്യസ്ത വലിപ്പം, വ്യത്യസ്ത രൂപം, വർണ്ണം, നോക്കൂ എല്ലാത്തിലും വൈവിധ്യമാണ്. അങ്ങനെയല്ലാണ്ട് ഈ ലോകത്തെ നമുക്ക് കാണാൻ സാധ്യമേ അല്ല എന്നർത്ഥം. പക്ഷേ ഈ വൈവിധ്യങ്ങളൊക്കെ എവിടെയാണ്? ഒരേ ഒരു സത്യവസ്തുവിലാണ്, ഒരേ ഒരു പരമ്പൊരുളിലാണ് ഇതെല്ലാം നിൽക്കുന്നതെന്നാണ്. അതിനാണ് ഉദാഹരണം ഭഗവാനോടെ പറഞ്ഞ് തന്തൗ മണിപ്രകരഭേദം. ഗീതയിൽ ഭഗവാൻ പറഞ്ഞതാണ് സൂത്രേ മണിഗണായിവ നത്തം. നോക്കൂ, നൂലിലെ മണികളിൽ ഓരോ മണിക്കും വ്യത്യാസം ഉണ്ടാവേ. വ്യത്യസ്ത വലിപ്പുണ്ടാവാം, വ്യത്യസ്ത നിറമുണ്ടാവാം, വർണ്ണമുണ്ടാവാം, ആകൃതി ഉണ്ടാവാം. പക്ഷേ ഈ വ്യത്യസ്തമായ ആ മണികളെയൊക്കെ മാലയുടെ ആകൃതിയിൽ കോർത്തിണക്കിയിരിക്കുന്ന ആ നൂല് യാതൊരു വ്യത്യാസവും ഇല്ല, ഭേദമില്ല, അത് ഏകമാണ് അത്രയെന്നർത്ഥം. ഏത് മണിയും ഏത് വർണ്ണവും രൂപവുമുള്ള മണിയായാലും അതെല്ലാം ആ മാലയുടെ ഭാഗമല്ലേ. ഇതുപോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യത്യാസം. മനുഷ്യരിൽ തന്നെ എത്ര വ്യത്യാസം, ഒരു വീട്ടിലെ മക്കളിൽ തന്നെ എത്ര വ്യത്യാസം അല്ലേ. ഇങ്ങനെ സൃഷ്ടിയിൽ മനുഷ്യരിൽ തന്നെ വൈവിധ്യങ്ങൾ, സ്വഭാവ വൈവിധ്യങ്ങൾ. ഇനി ഇതര ജീവജാലങ്ങൾ നോക്കൂ, സൃഷ്ടിയിൽ മൊത്തത്തിൽ തന്നെ വൈജാത്യമല്ലേ ഉള്ളത്. ഈ വൈവിധ്യം ഒന്നും കണ്ടിട്ട് നമ്മൾ ഭ്രമിച്ചു പോകരുതേ. ഇതൊക്കെ ആ മാലയിലെ മുത്തുകളുടെ വൈവിധ്യം പോലെ കണക്കാക്കിയാൽ മതി എന്നർത്ഥം. പക്ഷെ എന്താ സംഭവിക്കുക? ഈ മാല കാണുന്ന ആള് മുത്തുകളെയും അതിൻ്റെ ആകൃതിയെയും ഭംഗിയും രൂപത്തെയും വലിപ്പത്തെയൊക്കെ കാണാറുള്ളൂ അല്ലേ. ആ നൂലിനെ പാടെ മറന്നു പോകലല്ലേ പതിവ്. ഇതന്നെ ഇപ്പം നമുക്കും സംഭവിച്ചിരിക്കണം അത്രയെന്നർത്ഥം. പക്ഷേ വിവേകിയായ ഒരാൾ ഈ മാല കാണുമ്പോൾ ഓർക്കും, ഇതെങ്ങനെയാ വടിവൊത്തിരിക്കുന്നത്, തീർച്ചയായിട്ടും അതിനെ കോർത്തിണക്കി ഇരിക്കുന്ന ഒരു നൂല് അതിൻ്റെ പുറകിലുണ്ടാകണം, അനുമോനിക്കാൻ സാധിക്കും. ഇതുപോലെ വിവേകികളായ ആളുകൾക്ക് ഈ കാണപ്പെടുന്ന ജീവജാലങ്ങളെല്ലാം കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ നിലനിൽപ്പിന് ആശ്രയമായി ഇതിലൊക്കെ അന്തർഗതമായിരിക്കുന്ന ആ പരമ്പൊരുളിൻ്റെ സാന്നിധ്യത്തെ അറിയാൻ വിഷമമില്ല അത്രേ. തന്തവും മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ, എന്തെന്ത് ജാതം, എന്തെന്തൊക്കെ എവിടെ ഉണ്ടായിട്ടുള്ളത്, പരസ്പര വൈരുദ്ധ്യമായിട്ട്, പരസ്പരം വേർതിരിഞ്ഞിട്ട്, പരസ്പര സ്വഭാവ വൈവിധ്യത്തോടുകൂടി, ആകൃതിയിൽ വ്യത്യാസം, സ്വഭാവത്തിൽ വ്യത്യാസം, രൂപത്തിൽ വ്യത്യാസം, ഗുണത്തിൽ വ്യത്യാസം, സമസ്തത്തിലും വ്യത്യാസമില്ലേ നമ്മൾ തമ്മിൽ ഉണ്ട്. ഈ വ്യത്യാസം സത്യമായി എടുത്തുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള മാത്സര്യം, വിദ്വേഷം,
ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കണം അർത്ഥം. ഇതെങ്ങനെ പോകും? ഇത് മനസ്സിൻ്റെ അശുദ്ധിക്ക് കാരണമാകുന്നു. മനസ്സിന് വീണ്ടും വീണ്ടും അശാന്തിയും അസ്വസ്ഥതയും അസമാധാനവും ഉണ്ടാവാൻ കാരണമാകുന്നു. ഇതിനൊക്കെ എങ്ങനെ മോചനം കിട്ടും? ഇതിന് മോചനം കിട്ടാൻ ഒരേ വഴിയുള്ളൂ. എന്താ അത്? ഈ വൈവിധ്യങ്ങളുടെ ഒക്കെ പുറകിൽ ഉള്ള ഏകത്വത്തെ തിരിച്ചറിയാറാകണം എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ ജന്തുക്കളുള്ളിൽ വിലസിയുടെ എല്ലാത്തിലും വിലസുന്ന അവിടെ തന്നെയാണ്. എല്ലാം മണികളെ പോലെ ഭഗവാനിലാണ് നിൽക്കുന്നത്. പക്ഷേ എല്ലായിടത്തും എല്ലാത്തിലും ഉണ്ട് ഭഗവാനെങ്കിലും ആ എല്ലായിടത്തും എല്ലാത്തിലുള്ള ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസം. പക്ഷേ നമ്മിലുള്ള ഭഗവാനെ തിരിച്ചറിയാൻ എളുപ്പം എന്നർത്ഥം. ജന്തുക്കളുള്ളിൽ വിലസുന്നു. എങ്ങനെ? ഭഗവാൻ പറഞ്ഞില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എല്ലാ ജീവരാശികളുടെയും ഹൃദയത്തിൽ ഞാനുണ്ട് എന്നർത്ഥം. എങ്ങനെ ഇരിക്കുന്നു? ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ. യന്ത്രം കരണ്ട് ഉണ്ടെങ്കിലല്ലേ തിരിയുള്ളൂ. യന്ത്രൂഞ്ഞാലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഉത്സവങ്ങൾക്കും അതുപോലെ സർക്കസിനൊക്കെ പോയാൽ അത് ഓൺ ചെയ്താൽ തിരിയും. ഇതുപോലെ നമ്മളെ തിരിക്കുന്നത് ആരാ? ജഡമായ ഈ യന്ത്രത്തെ തിരിക്കുന്നത് ഭ്രാമയൻ, ഞാനാണത് തിരിക്കുന്നത് അത്രയെന്നർത്ഥം. അങ്ങനെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് സാന്നിധ്യം കൊടുത്തുകൊണ്ട് വിലസുന്ന ആ ചൈതന്യ സാന്നിധ്യത്തെ ഓർമ്മിക്കൂ. രാവിലത്തെ ക്ലാസ് ആത്മചൈതന്യമാശ്രിത്യ ദേഹേന്ദ്രിയമനോധിയ സ്വക്രിയാർത്ഥേഷു വർത്തന്തേ സൂര്യാലോകം യഥാജനാ. സൂര്യസാന്നിധ്യത്തിൽ ജീവജാലങ്ങളെല്ലാം എഴുന്നേറ്റ് അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നിരതരാകുന്നത് എങ്ങനെയോ, എന്നിട്ടും ആ സൂര്യനെ ഈ ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ പുണ്യപാപങ്ങൾ ബാധിക്കാത്തത് എങ്ങനെയോ, ഇതുപോലെ ഈ കാണപ്പെടുന്ന സമസ്ത ഉപകരണങ്ങളും അനേക ഉപകരണങ്ങൾ ചേർത്ത ഈ ശരീരസംഘാതം ആ പരമാത്മ സാന്നിധ്യത്തിൽ ബോധ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നു. ആ സർവേശ്വരനെ ശരണമടയൂ, സ്മരിക്കൂ. അവനില്ലെങ്കിൽ ഈ ജീവിതമില്ല എന്നർത്ഥം. അവനെ കൂടാതെ ഇവിടെ ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലും എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ആ മഹാപ്രഭു എന്നർത്ഥം. സ്വഹൃദയത്തിൽ ആ ഭഗവാനെ പ്രകാരം തിരിച്ചറിയുമ്പോഴേ മറ്റുള്ളവരിലും തിരിച്ചറിയാറാവുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ എന്ന് പറയാൻ കാരണം. ഗവൺമെൻറ് എല്ലായിടത്തും ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധി ഈ കേരളത്തിൽ ഈ അറ്റം മുതൽ ആറ്റം വരെയുണ്ട്. പക്ഷേ എല്ലാവരും ഗവൺമെൻറ്റിന് കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കണയോ എല്ലാവരും തിരുവനന്തപുരത്ത് വന്ന് കാത്തു കെട്ടി കിടക്കണം അല്ലേ? എന്തിനാ? പാലക്കാടായ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരണം എന്നർത്ഥം. ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കണേ. എന്താ അവിടെ ഇല്ലേ പാലക്കാട് ഗവൺമെൻറ് ഇല്ലാണ്ട? ഗവൺമെൻറ് ഉണ്ട്, പക്ഷേ ഇവിടെ വന്നാലേ കാര്യം സാധിക്കുള്ളൂ. ഇതുമാതിരി എല്ലായിടത്തും എല്ലാത്തിലും ഉണ്ട് ഭഗവാൻ. പക്ഷെ എവിടെയാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്? സ്വഹൃദയത്തിൽ. എവിടെയുണ്ട്? ഓരോ വിചാരങ്ങളുടെയും തൊട്ടുപുറകിൽ ഓരോ വിചാരങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഓരോ വിചാരങ്ങൾക്കും സാക്ഷിയായി വിലസുന്നു ആ മഹാപ്രഭു എന്നർത്ഥം. ഒരു ചിന്ത ഇതാണ്. ഓരോ ചിന്ത പൊന്തി മറയണത് എവിടെയാ? എവിടെയാ തിരമാലകൾ തൻ്റെ ഉറവിടമായ സമുദ്രത്തെ തിരയേണ്ടത്? ചിന്തിക്കൂ. ഓരോ തിരമാലയും ഓരോ ജീവനാന്ന് വിചാരിച്ചോളൂ. ഈ തിരമാല ജീവനാണെങ്കിൽ സമുദ്രം ഈശ്വരൻ. ഈ തിരമാല എവിടെ ഈശ്വരൻ തിരയേണ്ടത്? സമുദ്രത്തിൽ തിരയേണ്ടത് വേറെ എവിടെയെങ്കിലും പോയിട്ടാ? അല്ല, ഓരോ തിരമാലയുടെയും ഉറവിടത്തിലേക്ക് പോയാൽ അത് സമുദ്രത്തിലെത്തുക. അതുപോലെ ഞാൻ 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 എന്ന രൂപത്തിൽ നമ്മളിൽ എല്ലാവരിലും ഉണർന്ന ഉടനെ പ്രകടമാവുന്ന ആ ഫസ്റ്റ് തോട്ട്, ആദ്യത്തെ ചിന്തയാണ്. ഉറക്കത്തിൽ അവസാനം പോകുന്നതും ആ ചിന്ത തന്നെ. ഇവനാണ് സംസാര മോചനത്തിന് വേണ്ടി ധ്യാനിക്കുന്നതും പഠിക്കുന്നതും സാധന ചെയ്യുന്നതും ഒക്കെ ഈ ഞാനാ അല്ലേ? ഈ ഞാനിൻ്റെ ഉറവിടം, ആധാരം, സോഴ്സ് അന്വേഷിച്ചു പോയാൽ നാം എത്തുക പരിപൂർണനായ പ്രഭുവിലാണത്രേ എന്നർത്ഥം.